ഞാൻ പറയുന്നത് കേൾക്കാമോ? അച്ഛാ, ഒരു റിപ്ലൈ. കേൾക്കാം 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 കേൾക്കാം. ഓക്കെ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയനായ എബിയച്ചൻ, ഷിനുവച്ചൻ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭ 3 നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 3 നോമ്പ് അനുതാപത്തിൻ്റെയും ദൈവസന്നിധിയിലേക്കുള്ള മടങ്ങിവരവിൻ്റെയും വളരെ മനോഹരമായ ചിത്രീകരണം, അനുഭവം നമുക്ക് നൽകുന്ന സന്ദർഭമാണ്. ഗോഡ് ഈസ് മേഴ്സിഫുൾ. ദൈവം കരുണയുള്ളവനാണ്. ഗോഡ് വിൽ റെസ്പോണ്ട് ടു അവർ പ്രേയേഴ്സ് ആൻഡ് സപ്ലിക്കേഷൻസ്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും മറുപടി നൽകും. ട്രൂ റിപ്പൻറ്റൻസ് ഈസ് വാല്യബിൾ. സത്യ അനുതാപം വിലയുള്ളതാണ്. ഇങ്ങനെയുള്ള ആശയങ്ങൾ വളരെ മനോഹരമായി നമ്മുടെ ആരാധനക്രമങ്ങളിൽ കൂടി ചിത്രീകരിക്കുന്നുണ്ട്. കൃത്യമായി നമസ്കാരങ്ങൾ നടത്തുന്നതിനും പ്രത്യേകാൽ കഴിവുണ്ടെങ്കിൽ കുമ്പിട്ട് നമസ്കരിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമൊക്കെയുള്ള സന്ദർഭമായിട്ട് നമുക്കിതിനെ രൂപപ്പെടുത്തേണ്ടുന്നതുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ ഒരു ക്രിസ്തീയമായ നിലയിൽ നാം നമ്മുടെ നിലപാട് ആവിഷ്കരിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഈ ദിവസത്തിലെ ധ്യാനങ്ങൾക്കായി പൊതുവായി എടുക്കുന്ന വേദഭാഗം സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 11 വേഴ്സ് 15. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. കേൾക്കുവാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. കേൾക്കുവാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഈ വേദഭാഗമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ 3 ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത്. അതിൻ്റെ 3 തലങ്ങളാണ് ചർച്ച ചെയ്യുന്നതിനും ചിന്തിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ആഗ്രഹിക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഈ വേദഭാഗം പൊതുവിൽ നോക്കിയാൽ അതിൻ്റെ ആദ്യത്തെ തലമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഒരു ഫ്രേസാണിത്. കേൾക്കുവാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അതൊരു അർജൻസിയെ, ഫ്രസ്ട്രേഷനെയൊക്കെ സൂചിപ്പിക്കുകയാണ്. അത്യാവശ്യം അർജന്റാണ്, ഇതുമായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടുന്നതുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് യേശുദമ്പുരാൻ പറയുകയാണ്. എബ്രായ ഭാഷയിൽ കേൾക്കുക, ഹിയർ എന്നുള്ളതിനുള്ള പദം ഷേമ എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിലേക്ക് വരുമ്പോൾ അക്കുവോ എന്നുള്ളതാണ്. ആ പദത്തിൽ നിന്നാണ് അക്കസ്റ്റിക്സ് എന്നുള്ള പദമൊക്കെ വരുന്നത്. എന്നാൽ ഇന്ന് ഈ കേൾക്കുക, ഹിയർ എന്ന് പറയുന്നതിന് വ്യത്യസ്തമായ തലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു പേരൻ്റ് അദ്ദേഹത്തിൻ്റെ മകളോട് ചോദിക്കുകയാണ്, ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ്, നീ എപ്പോൾ വരും? അല്ലെങ്കിൽ ഇന്ന് വാട്സാപ്പിൽ കൂടി ഒരു മെസ്സേജ് അയക്കുകയാണ്, എപ്പോഴാണ് നീ വരുന്നത്? ഒരു വോയിസ് മെസ്സേജ് ആയിരിക്കാം. പക്ഷെ ഇതിന് കുട്ടി ഇടുന്ന മറുപടി TTLY. 4 ലെറ്റർ, ഇംഗ്ലീഷിലെ ആൽഫബറ്റിലെ 4 ലെറ്റർ TTLY. അല്ലെങ്കിൽ OTW, വളരെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ല. TTLY എന്ന് പറഞ്ഞാൽ ടോക്ക് ടു യു ലേറ്റർ. OTW എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ. അല്ലെങ്കിൽ ആ കുട്ടി ഒരു ഇമോജി ആയിരിക്കാം പേരൻറ്റിന് അയക്കുന്നത്. പക്ഷെ ഈ പേരൻറ്റിന് ഇതിനെക്കുറിച്ചൊന്നും അധികം ധാരണകൾ കാണുകയില്ല. എന്നാൽ ഈ കുട്ടി തൻ്റെ സുഹൃത്തുക്കളോട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കുന്നതിന് റെഡിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമുക്ക് ഏറ്റവും സ്നേഹം നൽകുന്നവരോട് ഇടപെടാതെ നമ്മൾ ഏതോ ഒരു ലോകത്ത് ജീവിക്കുകയും ആരോടൊക്കെയോ സംവേദിക്കുകയും ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കേൾക്കുന്നതിന്, ലിസൺ ചെയ്യുന്നതിന് നമുക്ക് ഇടയാകേണ്ടുന്നതുണ്ട്. മാരിറ്റൽ ലൈഫിൽ വളരെ സുപ്രധാനമാണ് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് ലിസണിങ് കപ്പാസിറ്റി വളരെ സുപ്രധാനമാണ്. അത് നമുക്ക് വേണം. ലിസണിങ് ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് എന്ന് എല്ലായ്പ്പോഴും ഈ ഫാമിലി കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നാം കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്. കേൾക്കുക, ശ്രദ്ധിക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയാറുണ്ട്, ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ നിനക്ക് സമയമില്ല. പള്ളിയിൽ അച്ഛന്മാർ പറയാറുണ്ട്, ശ്രദ്ധിക്കൂ, കേൾക്കൂ, ഓർക്കൂ.
അപ്പോൾ ഇങ്ങനെ കേൾവി എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു തലമാണ്. അതിൻ്റെ ഒരു ആത്മീക വശം നമുക്ക് കർത്താവിൻ്റെ ഈ വചനങ്ങളിൽ നിന്നും കേൾക്കാം. കേൾക്കുവാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് കേൾവി എന്ന ആശയവുമായി ബന്ധപ്പെട്ട് 5 കാര്യങ്ങളാണ് വളരെ എളുപ്പം സംക്ഷിപ്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. 1, ശാന്തമാകൂ, ലളിതമാകൂ. ശാന്തമാകൂ. ഒരു കണ്ടംപ്ലേറ്റീവായിട്ടുള്ള ലൈഫ് നമുക്കുണ്ടാകണം. ഒരു കണ്ടൻമെൻറ്റ് നമുക്കുണ്ടാകണം. നമുക്ക് ഒത്തിരി റിസോഴ്സസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അത് പണമാകാം, പ്രോപ്പർട്ടി ആകാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഗാഡ്ജറ്റ്സുകളാകാം. ഇങ്ങനെ ഒത്തിരി ഉണ്ടാകുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് ശബ്ദമയമായ ഒരു ലോകമാണ്. എല്ലാവരും സംസാരിക്കുകയാണ്. ട്രാഫിക്, ഇപ്പം ഞാൻ ഡൽഹിയിലാണ്. നമുക്ക് ട്രാവൽ ചെയ്യാൻ തന്നെ എന്ത് പ്രയാസമാണ്. വളരെ ട്രാഫിക്കാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് നാട്ടിലോട്ടങ്ങ് പോയാൽ മതിയെന്ന്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും ഈ ട്രാഫിക്കിൻ്റെ ആകട്ടെ, പൊല്യൂഷൻ്റെ ആകട്ടെ, നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആകട്ടെ, ചാനൽ ചർച്ചകളാകട്ടെ, എല്ലാം കൊണ്ടും ശബ്ദമയമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഉത്തരവാദിത്തങ്ങളുടെ ഭാരവും നമുക്കുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഹൗസ് ഹോൾഡ് കോഴ്സായിട്ട് എത്ര കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ കുരിശിൽ അന്ത്യമായി പറഞ്ഞ വാചകം നിവൃത്തിയായിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഒരു ദിവസം പോലും പറയാൻ കഴിയാത്തൊരവസ്ഥ. സദൃശവാക്യങ്ങൾ 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Proverbs chapter 17 verse 1. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. ഒരു വീടാണ്. ആ വീടിൽ ഡൈനിങ് ടേബിളിൽ അതിന് കസേരയിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. സക്റ്റുവസ് ആയിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെറൈറ്റി ഉണ്ട്. പക്ഷെ അവിടെ ഇരിക്കുന്നവർ തമ്മിൽ പരസ്പരം കലഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരിങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ആ വീടിന് തൊട്ട് പുറത്ത് സ്ട്രീറ്റിൽ ഒരാൾ കിടക്കുകയാണ്. അയാളങ്ങ് പുതച്ച് കിടക്കുകയാണ്. റോഡ് സൈഡിൽ തന്നെ കിടക്കുകയാണ്. അദ്ദേഹത്തിന് അന്ന് കഴിക്കാൻ കിട്ടിയിരിക്കുന്നത് ഒരു കഷ്ണം ബ്രെഡാണ്. ഇവിടെ ബഹളമുണ്ട്, എന്നാൽ അവിടെ ശാന്തതയുണ്ട്. അപ്പോൾ സദൃശവാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, വിഭവങ്ങളുടെ റിസോഴ്സസിൻ്റെ പ്ലൂറാലിറ്റിയിലല്ല, അബൻഡൻസിലല്ല, നമുക്ക് ലഭ്യമായതിൽ ശാന്തമായിരിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാകട്ടെ, ബസ് സ്റ്റേഷൻ, എവിടെയുമാകട്ടെ, മെട്രോ, എവിടെയും യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എയർപോർട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് അനൗൺസ്മെൻറ്റ്സ് കൃത്യമായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ എൻട്രി കിട്ടുകയില്ല. നമുക്ക് മിസ്സായി പോകും. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്ന പോലെ സാംസ് 46 വേഴ്സ് 10, 46-ാം സങ്കീർത്തനം 10-ാം വാക്യം, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതെയിരുന്ന്, അല്ലെങ്കിൽ മൗനമായിരുന്ന്, ശാന്തമായിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ. വളരെ സുപ്രധാനമായ ഒരു ആശയമായിട്ട് നമുക്കിത് കാണാം. യേശു തമ്പുരാൻ തൻ്റെ പബ്ലിക് മിനിസ്ട്രിക്ക് മുമ്പ്, പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപ് 40 ദിവസം ഉപവസിച്ചു. നമുക്ക് വലിയ നോമ്പുമായി ബന്ധപ്പെട്ട വേദഭാഗം നാം ധ്യാനിക്കും. ഇപ്പോഴും ബഹുമാനപ്പെട്ട ഷിനു അച്ഛൻ ശയന നമസ്കാരത്തിലെ ഗീതം ചൊല്ലിയപ്പോൾ നമ്മുടെ കർത്താവും നോറ്റു എന്ന് പറയുന്നുണ്ട്. അവനും നോമ്പ് നോറ്റു. സോ വി ഹാവ് ടു ക്രിയേറ്റ് ഇൻറ്റൻഷണൽ ക്വയറ്റ് സ്പേസസ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പള്ളിയിൽ ചിലരൊക്കെയും ഉറങ്ങുന്നത്. ഞാൻ തുടക്കത്തിൽ എനിക്ക് വിഷമം തോന്നുമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിക്കാറുണ്ട്, അവർ വീട്ടിലെ തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി ഒരുങ്ങി, ബസ്സായിരിക്കാം അല്ലെങ്കിൽ കാറിലായിരിക്കാം, എങ്ങനെയാകട്ടെ പള്ളിയിൽ വന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കാര്യം നോക്കി, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, ഇതിൻ്റെ ഇടയ്ക്ക് പള്ളിയിൽ വന്ന് ഒരു 2 മിനിറ്റ് അവർക്ക് ഉറങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അങ്ങ് ഉറങ്ങിക്കൊള്ളട്ടെ. അപ്പോൾ കുറച്ചുകൂടെ ശാന്തമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളൊരു മലയിലേക്ക്, ഹില്ലി പ്ലേസിലേക്ക് കയറുകയാണ്. വോളണ്ടിയറായിട്ട് നമ്മൾ തീരുമാനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കയറുകയാണെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് മാറും. നമുക്ക് കുറച്ചുകൂടെ കൂളാവും. അതുപോലെ നമുക്ക് ശബ്ദങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാനൊക്കും. നമുക്കൊരു നല്ല പെർസ്പെക്റ്റീവ് എല്ലാത്തിനെക്കുറിച്ചും കിട്ടും. സോ ഒന്നാമത്തെ ആശയമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ശാന്തമാകൂ, ലളിതമാകൂ. രണ്ടാമത്, നമ്മൾ ശാന്തവും ലളിതവുമായിട്ട് ജീവിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ
കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. കേൾക്കുവാൻ തയ്യാറാകുന്നതിൻ്റെ ആദ്യ ഘട്ടമാണ് ശാന്തമാകുന്നത്. ശാന്തമായി കഴിഞ്ഞ് നമ്മുടെ താല്പര്യങ്ങൾ മാറ്റിവെക്കണം. നമ്മുടെ ഹ്യൂമൻ ബയസുകളുണ്ട്. അങ്ങനെയുള്ള ഹ്യൂമൻ ബയസ് നമുക്ക് മാറ്റിവെക്കേണ്ടുന്നതുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മൾ വളർന്ന ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായിട്ടുള്ള പ്ലൂറാലിറ്റി ഓഫ് ഐഡൻറ്റിറ്റീസിൻ്റെ സ്വത്വങ്ങളുടെ വർധനവിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ തന്നെ താല്പര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള താല്പര്യങ്ങളെ മാറ്റിവെച്ച് ദൈവികമായ താല്പര്യത്തിന് പ്രാധാന്യം നൽകണം. സദൃശവാക്യങ്ങൾ 3-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ, പ്രോവേർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 5 and 6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. പൗലോസ് ശ്ലീഹ, അദ്ദേഹം ശൗലായിരുന്ന ഘട്ടത്തിൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവിക ദർശനമുണ്ടാകുന്നു. ദൈവിക ദർശനമുണ്ടായിട്ട് പൗലോസ് അന്ധനായിരിക്കുന്നു. അതേ തുടർന്ന് പൗലോസിന് യേശുക്രിസ്തുവിൻ്റെ ഇടപെടലുണ്ടാകുന്നു. അദ്ദേഹം ക്രിസ്തീയ സഭയ്ക്കായി തൻ്റെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഡെഡിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് പൗലോസിനെ കാണുന്നത്, പൗലോസ് ഒരിക്കലും ഒരു പബ്ലിക് സ്പേസിലേക്ക് പോകാതെ അറേബ്യയിലേക്ക് പോയി. അവിടെ ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 17 and 18 അവിടെ നാം കാണുന്നുണ്ട് പൗലോസ് ലേഖ അദ്ദേഹം അറേബ്യയിലേക്ക് പോയി 3 വർഷത്തോളം അവിടെ താമസിച്ചു. ഒരു സെപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. നമുക്ക് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഫിഗർ ആയിട്ടിരിക്കാനായിരിക്കും. സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രസൻസ് ആയിരിക്കും നമുക്ക് ആഗ്രഹം. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രസൻസിൽ നിന്ന്, ലൈം ലൈറ്റിൽ നിന്ന് മാറി നമ്മൾ ഒന്ന് നിൽക്കേണ്ടുന്നതുണ്ട്. നമ്മുടെ താല്പര്യങ്ങളെ മാറ്റി വെച്ചൊന്ന് മാറി നിൽക്കേണ്ടുന്നതുണ്ട്. മരുഭൂപിതാക്കന്മാരുടെ രചനകൾ അല്ലെങ്കിൽ അവരുടെ സെയിങ്സ്, ദ സെയിങ്സ് ഓഫ് ദ ഡെസേർട്ട് ഫാദേഴ്സ്, അതിനകത്ത് ഒരു നറേഷൻ ഉണ്ട്. അബ്ബ സീനോ, അദ്ദേഹം വലിയ ശ്രേഷ്ഠനായ ഒരു സന്യാസിയാണ്. അദ്ദേഹം അറിയുന്നു ഒരു യുവസന്യാസി, ആ യുവസന്യാസി ഉപവാസത്തിൽ വളരെ തീക്ഷ്ണത കാണിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ജനങ്ങളെല്ലാവരും പ്രൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ അബ്ബ സീനോ ഈ യങ് മങ്കിൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചിട്ട് യങ് മങ്കിനോട് പറഞ്ഞു, ഇങ്ങി പോരെ, എനിക്ക് താങ്കളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ യുവസന്യാസി അബ്ബ സീനോയുടെ അരികിലേക്ക് എത്തുന്നു. അവിടെ എത്തിയിട്ട് ഈ യങ് മങ്ക് അല്ല യുവസന്യാസി ആഗ്രഹിക്കുന്നത് അബ്ബ സീനോ തന്നോട് തൻ്റെ ഉപവാസത്തെക്കുറിച്ച് പ്രൈസ് ചെയ്യും. അയ്യോ നല്ലതാണ്, ഒരു യുവാവാണല്ലോ, എങ്കിലും ഇത്രയും ശ്രേഷ്ഠമായിട്ട് തീക്ഷ്ണതയോടുകൂടി സന്യാസത്തിലും ഉപവാസത്തിലും നീ ഇങ്ങനെ മിടുക്കനായിട്ട് നിൽക്കുന്നുവല്ലോ എന്ന് പ്രൈസ് ചെയ്യും എന്നിങ്ങനെ ഈ യുവസന്യാസി ആഗ്രഹിക്കുകയാണ്. യുവസന്യാസി ആഗ്രഹിക്കുന്നു. പക്ഷേ അബ്ബാസീനു ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. കുറേ നേരം ഇരുന്നിട്ട് ഈ പുകഴ്ചകളൊന്നും കേൾക്കാൻ കഴിയാതായപ്പോൾ ഈ യുവസന്യാസി അബ്ബാസീനോട് പറഞ്ഞു, ഞാനങ്ങ് പോവാന്നേന്ന് പറഞ്ഞു. അപ്പോൾ അബ്ബാസീനോ പറഞ്ഞു, മകനെ, ഇതാണ് നിന്റെ പ്രശ്നം. നീ പ്രശംസ ആഗ്രഹിക്കുകയാണ്. നീ എന്ത് കാര്യം ചെയ്യുന്നു ആ കാര്യത്തിൽ നിനക്ക് തീക്ഷ്ണതയൊക്കെ ഉണ്ട്. പക്ഷേ നീ നിന്റെ താല്പര്യമായിട്ട് കണക്കാക്കുന്നത് മറ്റുള്ളവർ നിന്നെ മിടുക്കൻ, ശ്രേഷ്ഠൻ, നിന്റെ പ്രവർത്തനങ്ങൾ അതിശ്രേഷ്ഠം, അയ്യോ ദൈവത്തിന് വലിയ താല്പര്യമായിരിക്കും നിന്നോട്, നീ മിടുക്കനാണല്ലോ, ശ്രേഷ്ഠനാണല്ലോ, പ്രഗത്ഭനാണല്ലോ, യു ആർ ഗ്രേറ്റ് എന്ന് പറയുന്നത് കേൾക്കാൻ നീ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഉപവാസത്തിന് പൂർണ്ണതയുമില്ല. അതുകൊണ്ട് ഇവിടെ അബ്ബാസീനോ അവനോട് പറയുകയാണ്, ആ യുവസന്യാസിയോട് പറയുകയാണ്, നീ പ്രൈസിന് വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടിയാണ് ഉപവസിക്കുന്നതെങ്കിൽ നിന്റെ ഉപവാസങ്ങൾ നിരർത്ഥകമാണ്. അത് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നമുക്ക് പലതരം താല്പര്യങ്ങൾ കാണും. ആ താല്പര്യങ്ങളെ മാറ്റിവെച്ച് ദൈവികമായ താല്പര്യത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം. അപ്പോൾ ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിച്ചത്, കേൾക്കുവാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ആശയം ശാന്തമാകൂ, ലളിതമാകൂ. 2, ലളിതമായി തീരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി നമ്മുടെ താല്പര്യങ്ങൾ കാണും. ആ താല്പര്യങ്ങളെ മാറ്റിവെക്കൂ. 3, നമുക്ക് ഓർക്കേണ്ടുന്നത്, ഒരാൾ
ശാന്തമായി സ്വന്തം താല്പര്യങ്ങളെ മാറ്റിവെക്കുമ്പോൾ അദ്ദേഹം ഓരോ കാര്യത്തെക്കുറിച്ചും വളരെ ഡിസേൺമെൻറ്റോടുകൂടി ചിന്തിക്കേണ്ടുന്നതുണ്ട്, വിവേചന ബുദ്ധി കാണിക്കേണ്ടുന്നതുണ്ട്. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആദം, ഹവ്വ, ഇവര് ഏദനിൽ നിന്നും പുറത്താക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് അറിവുണ്ടായിരുന്നു, അവർക്ക് എന്താണ് കാര്യങ്ങളെന്ന് അറിയാം. പക്ഷെ വിവേചന ബുദ്ധി കാണിച്ചില്ല. തങ്ങളുടെ ഉള്ളിലോട്ട് വരുന്ന തിന്മയെ തടയുന്നതിന് അവർക്ക് കഴിയുന്നില്ല. അറിവുണ്ടായിരുന്നിട്ടും വീണുപോയവർ. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, ഫസ്റ്റ് കൊരിന്ത്യൻസ്, അതിൻ്റെ 10-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 23. അതിനകത്ത് പൗലോസ്ലീഹ വിവേചന ബുദ്ധി വേണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്: സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മേൽ ഒരു അതോറിറ്റി ഉണ്ടാകാം, ഫ്രീഡം ഉണ്ടാകാം. പക്ഷേ നമുക്ക് ഈ ഫ്രീഡം എല്ലാ ഇടങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുകയില്ല, മിസ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് കൃത്യമായ വിവേചന ശക്തി വേണം. ഫിലിപ്പ് ലേഖനം 1-ാമത്തെ അധ്യായം 10-ാം വാക്യം, ഫിലിപ്പീൻസ് ചാപ്റ്റർ 1 വേഴ്സ് 10. അതിനകത്ത് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. എന്താണ് ശരി, എന്താണ് തെറ്റ്, അത് വിവേചിക്കുമാറാകണം. അതിന് നമുക്ക് കഴിയേണ്ടുന്നതുണ്ട്. ഓരോ വാക്കുകളുടെ ഇടയിലും ഒരു ഗ്യാപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഓരോ വാക്ക് പറയുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ്, സൈലൻസ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആകണമെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളെക്കുറിച്ച്, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെക്കുറിച്ച് നമുക്കൊരു ചിന്ത വേണം, ഒരു തിങ്കിങ് വേണം, ഒരു വിവേചനം വേണം. ഞാനിത് പറയണോ? നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെയും നമ്മുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ചിൽഡ്രൻ, ഗ്രാൻഡ് പേരൻസ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഹ്യൂമൻ ബീയിങ്സ് ആയതുകൊണ്ട് എറർ വരാം, തെറ്റ് വരാം. നമ്മൾ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫ്യൂരിയസ് ആവുകയാണ് എങ്കിൽ നമ്മൾ എന്ത് മനുഷ്യരാണ്? അതുകൊണ്ട് വാക്കുകൾക്കിടയിൽ മൗനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. വാക്കുകൾ പറയുന്നത് മനുഷ്യരെ ബിൽഡപ്പ് ചെയ്യുന്നതിനാകണം. ഉദാഹരണത്തിന്, പ്രതിസന്ധി നേരിട്ട ഒരു മനുഷ്യനോട്, ഒരു രോഗം ബാധിച്ച ഒരു മനുഷ്യനോട് ശാന്തമായിട്ട് ചെന്ന് അധികം വാക്കുകൾ പറയാതെ ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം കൂടെയുണ്ട്, കുഴപ്പമില്ല, ഡോണ്ട് വറി, ഇങ്ങനെയുള്ള ചെറിയ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. നമ്മൾ നോർമൽ കോൺവെർസേഷനിൽ പ്ലീസ്, താങ്ക് യു എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾക്ക് തന്നെ എത്ര അർത്ഥമാണ്. ഒരു സാധാരണ മലയാളി എന്ന നിലയിൽ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയാത്ത 2 വാക്കുകളാണ് നന്ദി, എക്സ്ക്യൂസ് മീ അല്ലെങ്കിൽ പ്ലീസ് എന്നൊക്കെ ഉള്ളത്. നമ്മൾ പറയാറില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകളിൽ, നമ്മുടെ ചിന്തകളിൽ ഒരു ഫിൽറ്ററിങ് പ്രോസസ്സ് ഉണ്ടാകണം, വിവേചന ബുദ്ധി കാണിക്കണം. അതുകൊണ്ട് 1, ലളിതമാകൂ, ശാന്തമാകൂ. 2, അങ്ങനെ ശാന്തമായിട്ട് സ്റ്റില്ലായി കഴിയുമ്പോൾ, കണ്ടംപ്ലേറ്റീവ് ആയി കഴിയുമ്പോൾ നമ്മുടെ താല്പര്യങ്ങളെ മാറ്റിവെക്കണം, ദൈവത്തിൻ്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, ഇതിനെല്ലാം ഒരു വിവേചന ബുദ്ധി, ഡിസേൺമെൻറ്റ്, ഫിൽറ്ററിങ് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശാന്തമായി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം. ദൈവത്തിൻ്റെ സ്വരത്തെക്കുറിച്ച് പറയുന്നത് സ്റ്റിൽ സ്മോൾ വോയിസ്, വളരെ മൃദുസ്വരമാണ്. അങ്ങനെ മൃദുസ്വരം കേട്ട ഒരു വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ മൃദുസ്വരം കേട്ടതിനെക്കുറിച്ച് 1 രാജാക്കന്മാർ 19-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19 വേഴ്സ് 12. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. നമ്മുടെ ലിറ്റർജിയിൽ തന്നെ നമ്മൾ ഒരിക്കലും വളരെ ശബ്ദമയമായ അന്തരീക്ഷത്തിൽ അല്ല നമ്മൾ ആരാധിക്കേണ്ടുന്നത്. വളരെ ശാന്തമായി, ഹൃദ്യമായി, സൈലൻ്റായിട്ട് നമുക്ക് കണ്ടംപ്ലേറ്റീവായിട്ട് ആരാധിക്കുന്നതിന് ഇടയാകണം. പ്രവാചകനായ മോശ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതിനെക്കുറിച്ച് എക്സോഡസ് ചാപ്റ്റർ 3 പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ കാണാം. അവൻ ജനങ്ങളിൽ നിന്നൊക്കെ വിട്ട്, കുടുംബത്തിൽ നിന്ന് വിട്ട്, അവൻ ആടുകളെ മേയിച്ച്
ശാന്തമായി ഒരു ഡെസേർട്ടഡ് പ്ലേസിൽ, വിജന പ്രദേശത്ത് ചെല്ലുമ്പോഴാണ് മോശേ മോശേ എന്ന വിളി കേൾക്കുന്നത്. നമ്മളൊന്ന് മാറി നിന്ന് സ്റ്റില്ലായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മുടെ ചിന്തകൾക്ക്, താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കുറച്ച് വിവേചന ബുദ്ധി കാണിച്ച് ദൈവത്തിൻ്റെ സ്വരത്തിന് കേൾക്കാൻ കാതോർക്കണം. ഇയേഴ്സ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ കാതുകൾ, അത് നമ്മളിങ്ങനെ തുറന്നു കൊടുക്കണം. നമ്മൾ ഈ ഐക്കണുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഐക്കണുകൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധർക്ക്, സെയിൻസിന് അവരുടെ മൗത്ത്, വായ അത് വളരെ ചെറുതായിരിക്കും, ഒത്തിരി പറയണ്ട. എന്നാൽ ചെവികൾ വലുതായിരിക്കും. നമുക്ക് ദൈവത്തെ കേൾക്കാം, ജനങ്ങളുടെ പ്രാർത്ഥനകൾ, വിലാപങ്ങൾ കേൾക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിന്, സ്വരത്തിന് കാതോർക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ഇനി ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർക്കുമ്പോൾ അഞ്ചാമത്തെ തലമുണ്ടാകും. 5th പോയിന്റായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ദൈവിക നടത്തിപ്പിന് വിധേയമാകും. ഗോഡ്സ് ഗൈഡൻസ്, അതിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. We often experience God's guidance in unexpected moments. നമ്മൾ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ ഗൈഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിൽ നാം കാണുന്ന ഒരു ക്യാരക്ടറാണ് ജോസഫ്. ജെനസിസ് ചാപ്റ്റർ 45 വേഴ്സ് 4 and 5. ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങളിൽ ദൈവിക നടത്തിപ്പ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിനെ കുറിച്ച് യോസഫ് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായം 4ഉം 5ഉം വാക്യങ്ങൾ. യോസഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യൗസേഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. യെസ്, നമുക്ക് പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൊക്കെ ദൈവം നമ്മെ നടത്തും, ബലപ്പെടുത്തും, ശക്തീകരിക്കും. മരുഭൂപിതാവായിരുന്ന, ഡെസർട്ട് ഫാദർ ആയിരുന്ന അബ്ബാ പോയ്മൻ, അദ്ദേഹം പറയുന്ന ഒരാശയമുണ്ട്, പ്രതിസന്ധികളെ ജയിക്കുവാൻ കഴിയുക മൗനത്താലാണ്. നമ്മുടെ ശാന്തത കൊണ്ട് നമുക്ക് പലയിടങ്ങളിലും വിജയിക്കാൻ കഴിയും. ഉദാഹരണത്തിന് പുതിയ നിയമത്തിൽ കാണുന്ന യേശുവിൻ്റെ വളർത്തു പിതാവായ ഫസ്റ്റ് ഫാദർ ആയിരിക്കുന്ന ജോസഫ് സംസാരിക്കുന്നതായി നാം കാണുന്നില്ല. പക്ഷെ ജോസഫിന് കൃത്യമായിട്ട് ഡിവൈൻ ഇൻ്റർവെൻഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഡ്രീംസിൽ അതുണ്ടാകുന്നുണ്ട്, അത് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയുക മൗനത്താൽ. നമ്മൾ ബഹളം വെച്ച് വലിയ ആശങ്കകൾ ചുറ്റുപാടുമുള്ളവർക്ക് ഉണ്ടാക്കി ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. നമ്മുടെ ആരാധനയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്തൗമൻ ഗാലാസ് എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ലെറ്റ് us സ്റ്റാൻഡ് വെൽ, ശരിയായിട്ടൊന്ന് നിന്നേ. ശരിയായിട്ട് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ദൈവിക ശബ്ദം കേൾക്കുന്നതിനും ദൈവിക നടത്തിപ്പിന് വിധേയമാകുന്നതിനും കഴിയുന്നുണ്ട്. അപ്പോൾ കേൾക്കുവാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നുള്ള ആശയം നാം ഇന്ന് പരിശോധിച്ചാൽ അതിൻ്റെ പ്രാഥമിക തലത്തിൽ അത് മൗനത്തെക്കുറിച്ച്, കണ്ടംപ്ലേഷനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. അതിൽ ഉൾപ്പെട്ട 5 കാര്യങ്ങളാണ് ഓർമ്മിപ്പിച്ചത്. എങ്ങനെയാണ് നമുക്ക് ആ കണ്ടംപ്ലേറ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ കഴിയുക? 1, ലളിതമാകൂ, കണ്ടന്റ്മെന്റ് ഉണ്ടാകുക. ഒത്തിരി സംഗതികൾ വേണ്ട, കുറച്ച് സംഗതികൾ മതി. നമ്മുടെ ക്വയറ്റ് സ്പേസ് നമ്മൾ കണ്ടെത്തി ശാന്തമായിട്ടിരിക്കുക. 2, നമ്മുടെ താല്പര്യങ്ങൾ മാറ്റിവെക്കണം, ദൈവത്തിൻ്റെ താല്പര്യത്തിന് പ്രൈമസി നൽകണം. അടുത്തത്, വിവേചന ശക്തി കാണിക്കണം, ഡിസേൺമെന്റ്. ഒരു ഫിൽറ്ററിങ് നമുക്കുണ്ടാകണം. ഫിൽറ്ററിങ് ഉണ്ടായി കഴിഞ്ഞ് ശാന്തമായി കണ്ടംപ്ലേഷന്റെ മൂഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. ദൈവത്തിൻ്റെ ശബ്ദം ലളിതമായി ശാന്തമായ ശബ്ദമാണ്, മൃദുസ്വരമാണ്. അത് കേൾക്കണമെങ്കിൽ കീൻ ഒബ്സർവേഷൻ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ബോഡി, മൈൻഡ്, സോൾ ഇതെല്ലാം അത് കേൾക്കാൻ റെഡി ആയിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ കേൾക്കാം. കേട്ട് കഴിയുമ്പോൾ ദൈവം നമ്മളോട് പറയും. ആ പറയുന്ന ഇടപെടലിനനുസരിച്ച് ജീവിക്കുവാൻ ഒരുങ്ങണം. ഈ സംഭവം യോന പ്രവാചകന്റെയും നിനുവയരുടെയും ജീവിതവുമായി ഒന്ന് ചേർത്ത് നിർത്തിയാൽ നമുക്കിത് മനസ്സിലാകും.
യോന ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ഹിയർഡ് ദ വോയിസ് ക്ലിയർലി. ദൈവം പറഞ്ഞത് യോന കേട്ടു. പക്ഷെ യോനയ്ക്ക് രണ്ട് പ്രശ്നമുണ്ടായി. ഒന്ന്, ഹി ഫെയിൽഡ് ടു അറ്റൻഡ് ദ അതോറിറ്റി ബിഹൈൻഡ് ഇറ്റ്. ആരാണിത് പറയുന്നത്? ദൈവമാണെന്ന് അവൻ അറിഞ്ഞു, പക്ഷെ ആ ദൈവത്തിൻ്റെ അതോറിറ്റിയെ യോന മറന്നുപോയി. രണ്ടാമത്, ഹി ലാക്ട് വിജിലൻസ്. ഒരു കാര്യം കേട്ടു എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല, അത് വിജിലൻ്റായിട്ട്, അലർട്ടായിട്ട്, ഒരുക്കത്തോടെ, ഉണർവോടെ സ്വീകരിക്കുവാൻ യോന മറന്നുപോയി. ഇങ്ങനെ അതോറിറ്റിയെ തിരിച്ചറിയാതെ വിജിലൻസ് ഇല്ലാതെ പോയതുകൊണ്ട് യോനയുടെ പ്രശ്നം, യോന സ്വന്തം കാൽക്കുലേഷന് പ്രാധാന്യം നൽകി. ശാന്തമായി, മൗനമായി, ധ്യാനപൂർവം വിഷയങ്ങളെ പരിഗണിക്കാത്തവർക്കുണ്ടാകുന്ന പ്രശ്നമാണ്, അവർക്ക് ദൈവത്തിൻ്റെ ആ ഒരു അധികാരത്തെ, അതോറിറ്റിയെ തിരിച്ചറിയുവാനും കഴിയുന്നില്ല. അവർക്ക് വിജിലൻസ്, ഉണർവും ഇല്ലാതെ പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് വേണ്ടുന്ന ഈ ഒരു കണ്ടംപ്ലേറ്റീവ് ലൈഫ്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരുക്കമുള്ളവരാകുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില സംഗതികളുണ്ട്. ഒന്ന്, ഒരു ഡിജിറ്റൽ സാബത്താണ്. നമുക്കിന്ന് ഗാഡ്ജറ്റുകളുടെ ലോകത്ത് നമ്മളിങ്ങനെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കിടക്കുമ്പോൾ, എപ്പോഴും ഒരു ദിവസം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 2-3 hours നമ്മൾ എങ്ങനെയൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട്, മൾട്ടി ടാസ്കിങ് ആകുന്നുണ്ട്. പക്ഷേ ഡിജിറ്റൽ സാബത്ത് വേണം. ചില ദിവസങ്ങളിൽ വോളണ്ടിയറായിട്ട് ഇതെല്ലാം ഒന്ന് മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പമായിരിക്കുവാൻ, നമ്മുടെ കുട്ടികളോടൊപ്പമായിരിക്കുവാൻ, പുസ്തകങ്ങളോടൊപ്പമായിരിക്കുവാൻ, വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പമായിരിക്കുവാൻ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുവാൻ, അതിനൊക്കെ നമുക്ക് ഇടയാകേണ്ടതുകൊണ്ട് ഒരു ഡിജിറ്റൽ സാബത്ത് വേണം. ഇനി ഒരു ദിവസത്തിൻ്റെ ഫസ്റ്റ് 30 minutesഉം ലാസ്റ്റ് 30 minutesഉം ഈ ഡിജിറ്റൽ വേൾഡിൽ നിന്നും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശബ്ദമയമായ ലോകത്തിൽ നിന്നും ഒന്ന് മാറി നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു ദിവസം ആരംഭിക്കുന്ന ഫസ്റ്റ് 30 minutes, ലാസ്റ്റ് 30 minutes. അപ്പോൾ ആ 1 hour നമുക്ക് പൂർണ്ണമായി നമ്മുടെ സ്പിരിച്വൽ അപ്ബ്രിങ്ങിങ്ങിന്, നമ്മുടെ മെൻ്റൽ പ്യൂരിഫിക്കേഷന്, നമ്മുടെ ബോഡി അത് കുറച്ചുകൂടെ കോടിയലാകുന്നതിന് ഒക്കെ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുമോ? അതേപോലെ നമ്മൾ ചിലപ്പോൾ കാറിൽ പോവുകയാകാം, ഓഫീസിലിരിക്കുകയാകാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ലൊക്കേഷനിലിരിക്കുകയാണെങ്കിൽ പള്ളിയിൽ ചെന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നപ്പോൾ അബ്സല്യൂട്ട് സൈലൻസ്, ഒരു 1 minute അബ്സല്യൂട്ട് സൈലൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുമോ? നമ്മളവിടെ ചെന്നു, തിരക്കുണ്ട്, 1 minute കുറിയലായ്സോൻ, കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ എന്ന് ശാന്തമായി, നമുക്ക് മറ്റ് ചിന്തകളൊന്നും കൂടാതെ അബ്സല്യൂട്ട് സൈലൻസ് കീപ്പ് ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ആദ്യത്തെ ദിവസത്തിലെ ധ്യാനമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നമുക്ക് പലതരത്തിലുള്ള തിരക്കുകളുണ്ട്, ശബ്ദമയമായ ലോകമാണ്, ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, നമുക്ക് ടെൻഷൻസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ആസ് ആൻ ഇൻഡിവിജ്വൽ ക്രിസ്ത്യൻ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ കണ്ടംപ്ലേറ്റീവായിട്ട്, കണ്ടെയ്ൻമെൻറ്റോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമത് ഓർമ്മിപ്പിച്ചത്, ശാന്തമാകാം, ലളിതമാകാം. 2, താല്പര്യങ്ങളെ മാറ്റിവെക്കാം. 3, വിവേചന ബുദ്ധി കാണിക്കാം. ദൈവസ്വരം കേൾക്കാൻ കാതോർക്കാം. ദൈവിക നടത്തിപ്പിന് വിധേയമാകാം. ഈ ആശയങ്ങളെ ആസ്പദമാക്കി ഞാൻ ചില പ്രാർത്ഥനകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും ചേർന്ന് ഏറ്റുചൊല്ലാം. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങളെല്ലാവരും അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ ശാന്തമായിട്ട് കണ്ണുകൾ അടച്ച് കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ പ്രാർത്ഥനകൾ ചൊല്ലണം. ഒന്നാമത്തെ പ്രാർത്ഥന, ദൈവമേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ദൈവമേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലണം. രണ്ടാമത്തെ പ്രാർത്ഥന, ദൈവമേ എൻ്റെ ഹിതത്തിനല്ല നിന്റെ ഹിതത്തിന് മുൻഗണന നൽകുവാൻ സഹായിക്കണമേ. ദൈവമേ എൻ്റെ ഹിതത്തിനല്ല നിന്റെ ഹിതത്തിന് മുൻഗണന നൽകുവാൻ സഹായിക്കണമേ. മൂന്നാമത്തെ പ്രാർത്ഥന, ദൈവമേ വിവേചന ബുദ്ധി നൽകണമേ. ദൈവമേ വിവേചന ബുദ്ധി
ഡിസേൺമെന്റ് നൽകണമേ. നാലാമത്തെ പ്രാർത്ഥന, ദൈവമേ നിന്റെ സ്വരം അത് കേൾക്കാനും തിരിച്ചറിയാനും സഹായിക്കണമേ. ദൈവമേ നിന്റെ ശബ്ദം കേൾക്കാനും തിരിച്ചറിയാനും സഹായിക്കണമേ. അഞ്ചാമത്തെ പ്രാർത്ഥന, ദൈവമേ നിന്റെ പദ്ധതിക്ക് വിധേയമാകുവാൻ സഹായിക്കണമേ. ദൈവമേ നിന്റെ പദ്ധതിക്ക് വിധേയമാകുവാൻ സഹായിക്കണമേ. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെതാകട്ടെ. നമുക്ക് നാളെ ഇതിൻ്റെ രണ്ടാമത്തെ തലത്തെക്കുറിച്ച് ചിന്തിക്കാം. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇന്ന് ധ്യാനിച്ചു. കണ്ടംപ്ലേറ്റീവ് സൈലൻസ് അല്ലെങ്കിൽ ഡിവൈൻ കണ്ടംപ്ലേഷൻ നമുക്ക് അനിവാര്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.